ന്യൂനപക്ഷ വേട്ടക്കായി ബി.ജെ.പി. കൊണ്ടുവന്ന നിയമത്തിനെ കൂട്ടുപിടിച്ച് തളിപ്പറമ്പിൽ പള്ളിയുടെ സ്വത്ത് വഖഫ് അല്ലാതാക്കി മാറ്റാൻ ലീഗ് ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M.V. ജയരാജൻ. സർ സയ്യിദ് കോളേജ് സ്ഥിതി ചെയ്യുന്ന തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ 25 ഏക്കർ ഭൂമി കൈക്കലാക്കാനുള്ള കോളേജ് മാനേജ്മെന്റിന്റെ ശ്രമത്തിനെതിരെ തളിപ്പറമ്പ് മഹല്ല് വഖഫ് സ്വത്ത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു M.V. ജയരാജൻ. ന്യൂനപക്ഷ വേട്ടക്കായി ബി.ജെ.പി. കൊണ്ടുവന്ന നിയമത്തിനെ കൂട്ടുപിടിച്ച് വഖഫ് സ്വത്തുക്കൾ വഖഫ് അല്ലാതാക്കി മാറ്റാനാണ് മുസ്ലിം ലീഗ് നേതൃത്വവും ശ്രമിക്കുന്നത്. ഈ നിയമം സംഘപരിവാർ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനല്ല, ആർക്കും കൈമാറ്റം ചെയ്യാനാവാത്ത വഖഫ് ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് NDAയുടെ ചില സഖ്യകക്ഷികളിൽ നിന്നുപോലും എതിർപ്പുണ്ടായത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഖാളിയായ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ ഭൂമി പിടിച്ചെടുക്കാനാണ് ലീഗ് നേതൃത്വം നൽകുന്ന സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റായ CDMEA ശ്രമിക്കുന്നത്. തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ 600-ലേറെ ഏക്കർ ഭൂമിയിൽ 500-ലേറെ ഏക്കറും അന്യാധീനപ്പെട്ടുപോയതിന് ലീഗ് നേതൃത്വം മറുപടി പറയണം. അവരായിരുന്നു പള്ളി കമ്മിറ്റിയുടെയും ഭാരവാഹികൾ. ലീഗ് നേതാക്കൾ തന്നെയാണ് സർ സയ്യിദ് കോളേജിനു വേണ്ടി ലീസിനെടുത്ത ഭൂമിയും കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പള്ളിയുടെ പേരിൽ നിന്നും തണ്ടപ്പേര് CDMEAയിലേക്ക് മാറ്റിയത് മുതൽ തട്ടിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡിന്റെ പോലും അനുമതിയില്ലാതെയാണ് 2 ഏക്കർ ഭൂമി ഇവർ കൈവശം വെച്ചത്. തട്ടിപ്പ് കൈയോടെ പിടിച്ചപ്പോൾ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത്. സ്വന്തം പള്ളിയുടെ ഭൂമി തട്ടിപ്പ് നടത്തുന്നവർ വിശ്വാസികളല്ല, തട്ടിപ്പുകാരാണ്. ഇവരെ ലീഗ് നേതൃത്വം പുറത്താക്കാതെ സംരക്ഷിച്ചപ്പോഴാണ് ലീഗിൽ ഭിന്നത ഉണ്ടായതും ഈ വിവരങ്ങൾ പുറത്തുവന്നതും. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നടത്തുന്ന കച്ചവടം വിശ്വാസികൾ തിരിച്ചറിയണമെന്നും M.V. ജയരാജൻ പറഞ്ഞു. അങ്ങനെ ജമ്മം വകയുള്ള സ്ഥലത്തിന്റെ മേൽ തണ്ടപ്പേര് ആരുടേതാണ് റവന്യൂ രേഖപ്രകാരം അത് തളിപ്പറമ്പ് ജുമായത്ത് പള്ളിയുടെ ഇപ്പൊ ആരെ പേരിലാ? CDMEA. ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും നയിക്കുന്ന അസോസിയേഷന്റെ പേരിൽ. അത് മുതലാണ് ഈ തട്ടിപ്പ് ആരംഭിക്കുന്നത്. ആ രേഖ ജമായത്ത് പള്ളിയുടെ പേരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയത് മുതലാണ് ഇത് പുറം ലോകം അറിയുന്നത്. വഖഫ് സ്വത്ത് സംരക്ഷണ സമിതി പ്രസിഡന്റ് C. അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. KPM റിയാസുദ്ദീൻ, കാസിം ബിരിക്കൂർ, PC റഷീദ്, OV ജാഫർ, കാത്താണ്ടി റസാക്ക്, ചപ്പൻ മുസ്തഫ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.